ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു +1 +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ഒരു ടേൺ എടുക്കുന്നു, ഒരു അക്കാദമിക് റൂട്ട്. ഇനി അതല്ല, നമ്മൾ പ്രൊഫഷണൽ വേ ആയിട്ട് കുട്ടികളുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൽ സാർ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ ഡിഗ്രി കോഴ്സിലേക്ക് കുട്ടികൾ പോകുന്നതിൽ ഒരു വലിയ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഡിഗ്രി ഇല്ല എന്നല്ല, അവർ ഡിഗ്രി ചെയ്യുന്നുണ്ട്, പ്രോപ്പർലി ഡിഗ്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റെഗുലറായിട്ട് പോകേണ്ടതുണ്ടോ? ഇനി അതല്ല, പ്രാക്ടിക്കലി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് അവർ ചില പ്രൊഫഷണൽ കോഴ്സുകളെ അപ്രോച്ച് ചെയ്തിട്ട് അലോങ് വിത്ത് ആ കോഴ്സിന്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്യുക, ഡിഗ്രി ചെയ്യുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇവർ കോഴ്സ് കഴിഞ്ഞ ഉടനെ അവരുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടാകും. അതേസമയം ഡിഗ്രി കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിയിലേക്ക് അവർക്ക് പോകാൻ കഴിയുമോ അവിടെയൊക്കെ പോയി ചെയ്യാനുള്ള ഒരു സ്കിൽ അവർ ഓൾറെഡി അക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ ഇത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, നേരത്തെ നമ്മൾ +2 കൊമേഴ്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തിനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വെരി നെക്സ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ എനിക്ക് പോകേണ്ടത് ഇന്ന കോഴ്സിനാണ് എന്നപ്പോൾ പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുമ്പേ തന്നെ അവരൊക്കെ ഡിസൈഡഡ് ആണ്, എനിക്ക് ഇന്ന കോഴ്സിനാണ് പോകേണ്ടത്, ഞാൻ ഇന്ന സ്ഥലത്താണ് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിൽ അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഇപ്പം റീസെൻ്റായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ കൊമേഴ്സിലേക്ക് വരുന്ന സയൻസ് സ്ട്രീമിലുള്ള കുട്ടികളുടെ എണ്ണം ഇപ്പം അത് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു വളരെ വളരെ കുറച്ചായിരുന്നെങ്കിൽ ഇപ്പം ഇൻറ്റൻഷ്യലി കൊമേഴ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് സയൻസ് എടുക്കുന്ന ആളുകളെ അങ്ങനെ ഞാൻ മാറി. കാര്യം വെച്ചാൽ കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പ്രൊഫഷണൽ കോഴ്സിനകത്ത് മാത്സ് പഠിച്ചിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് മാറുന്നത്, അനലറ്റിക്കൽ സ്കില്ല് അതുപോലെ തന്നെ. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ മാത്സ് ഉണ്ടാവുന്നത് സയൻസിലാണ്. സയൻസിൽ കുറച്ചുകൂടി എന്താ പറയുക, അനലറ്റിക്കൽ സ്കില്ലുകളൊക്കെ വേണ്ടി വരുന്ന മറ്റു പേപ്പേഴ്സും ഉണ്ട്, ഫിസിക്സ് പോലുള്ള പേപ്പേഴ്സ് ഉണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ കൊമേഴ്സിൻ്റെ അകത്തുള്ള പ്രൊഫഷണൽ കരിയർ വളരെ പെട്ടെന്ന് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്താൻ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കൊമേഴ്സ് +1 +2 പഠിക്കുകയല്ല, സയൻസ് പഠിച്ചിട്ട് വരുന്നതാണ് നല്ലതെന്നുള്ളത്. അങ്ങനെ ഒരു ചേഞ്ച് ഇപ്പം നമുക്ക് വന്ന് കാണുന്നുണ്ട്. അപ്പം കൊമേഴ്സുകാരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ആവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊമേഴ്സ് തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മാത്സ് ഉള്ള കൊമേഴ്സ് പഠിക്കുക, അല്ലേ? മാത്സോട് സ്റ്റാർട്ട് ചെയ്യുന്ന കൊമേഴ്സ് പഠിക്കാം, എന്നിട്ട് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ലതല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറയായിരുന്നു കമ്പ്യൂട്ടർ പഠിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യമൊക്കെ കടന്ന് ലോകം ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. അന്ന് കമ്പ്യൂട്ടർ പഠിക്കണമെങ്കിൽ +1 +2 എത്തണം. അതെ. അപ്പോൾ ആ കമ്പ്യൂട്ടർ പഠിച്ചാൽ നല്ലതാണെന്ന് പറയുന്ന സാഹചര്യം കഴിഞ്ഞു. കമ്പ്യൂട്ടർ പഠിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് തന്നെ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നുണ്ടെന്നൊരു സംശയമാണ്, അല്ലേ? അപ്പം ആ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞു. അപ്പം അവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒന്നുകിൽ നിങ്ങൾ +1 ചേരുമ്പോൾ തന്നെ സ്റ്റാറ്റി അല്ലെങ്കിൽ മാത്സ് ഓപ്ഷനുള്ള സ്കൂളുകളിൽ ജോയിൻ ചെയ്യുക, അവിടെ അത് പഠിക്കുക. അതിനുശേഷം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും കാര്യങ്ങളൊക്കെ.